തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിന്റെ കാരണക്കാർ ഇവിടെ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിലിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും തന്നെയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാനുള്ള കാരണം. തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സമസ്ത മന്ത്രിപ്പടയും ഉദ്യോഗസ്ഥ വൃന്ദവും ആവനാഴിയിലെ എല്ലാ അമ്പുകളും എടുത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പോരാട്ടം നടത്തി. നമ്മൾ ഉള്ള വിഭവങ്ങൾ വെച്ച് സാധാരണക്കാരുടെ സങ്കടങ്ങൾ പങ്കിട്ട് ജനങ്ങളുടെ പ്രയാസങ്ങൾ വിവരിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ടു. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളെപ്പോലെ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാട്ടും നടന്ന വിജയത്തേക്കാൾ ഉപരിയായി LDFന്റെ കൈകളിൽ ഉണ്ടായിരുന്ന അവർക്ക് കൈപൊക്കിയ ഒരു MLA തിരിച്ചു പിടിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ വിജയിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഞാൻ ദീർഘമായി പറഞ്ഞ നേതാക്കന്മാരിവിടെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരൻ അദ്ദേഹം കൂടി ഈ വേദിയിലേക്ക് വരികയാണ്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് തരത്തിൽ വ്യക്തമായ സന്ദേശമുണ്ട്. നിലമ്പൂരിലാണ് പോരാട്ടമെങ്കിലും ഈ പോരാട്ടം കേരള ജനത ഏറ്റെടുത്ത പോരാട്ടമായിരുന്നു. നിലമ്പൂരായിരുന്നു മത്സര വേദിയെങ്കിലും കേരളമൊട്ടാകെ ഈ പോരാട്ടത്തിന്റെ അലയൊലികൾ ഉണ്ടായിരുന്നു. കാരണം അറിഞ്ഞോ അറിയാതെയോ വീണ്ടും തിരഞ്ഞെടുത്ത രണ്ടാം ഗവൺമെന്റിന്റെ പ്രവൃത്തി കൊണ്ട് വെറുത്തു മാറിയ ഒരു ജനം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാതോർത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. സാധാരണക്കാരുടെ സങ്കടങ്ങളാണ്, പ്രയാസങ്ങളാണ്. സർക്കാർ അവർ ഊതി വീർപ്പിച്ച വികസന നേട്ടങ്ങളുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവർ ഊതി വീർപ്പിച്ച വികസന നേട്ടങ്ങളെല്ലാം എന്തായിരുന്നു എന്നുള്ളത് കൂരിയാട് ദേശീയപാതയുടെ തകർച്ചയോടെ കേരളത്തിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം. അവരുടെ വികസനങ്ങളുടെ വിള്ളലാണ് കേരളത്തിലെ ദേശീയപാത വികസനത്തിന്റെ നിർമ്മാണ തകർച്ചയിലുണ്ടാക്കി. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ശ്രീ രമേശ് ചെന്നിത്തല, സർക്കാർ ജീവനക്കാരൻ ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആഞ്ഞു വോട്ട് ചെയ്തവരാണ്. അവർക്ക് DA ഇല്ല, ശമ്പള പരിഷ്കരണമില്ല, അവർക്ക് കിട്ടേണ്ട പെൻഷൻകാരന് കിട്ടേണ്ട പെൻഷൻ സാഹചര്യങ്ങളില്ല. ക്ഷേമ പെൻഷനുകൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനടക്കം 16 മാസം, ഭാഗ്യത്തിന് തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് 1 ഗഡു മാത്രം ക്ഷേമ പെൻഷന് ഈ പ്രാവശ്യം അനുവദിച്ചതായിട്ട് ഉത്തരവ് വന്നിട്ടുണ്ട്. ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാൻ അന്ന് ആ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ഘാടന സമ്മേളന വേദിയിൽ പറഞ്ഞു, ക്ഷേമ പെൻഷൻ അത് തുടങ്ങി വെച്ചത് കോൺഗ്രസാണ്. കേരളത്തിൽ കഠിനമായി അധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കി ജീവിതത്തിന്റെ സായാഹ്നങ്ങളിലെത്തിയാൽ ആ സായാഹ്നങ്ങളിൽ അവർക്ക് നിലനിൽക്കാൻ അത്യാവശ്യമായിട്ടൊരു സഹായം എന്നുള്ള ഏറ്റവും സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ആർ ശങ്കറിന്റെ കാലത്ത് ഇത്തരം പെൻഷനുകൾ ആരംഭിച്ചത്. പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെന്റുകൾ മാറി ആവർത്തിച്ചു. വന്ന ഗവൺമെന്റുകൾ പെൻഷനുകൾ കൂട്ടി. ഉമ്മൻചാണ്ടി ആയിരുന്നു പെൻഷൻ കാര്യത്തിൽ ഏറ്റവും ഉദാരമായ മനസ്സ് കാണിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ പെൻഷനുകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം ചെയ്യുന്നതിനെ നമ്മൾ വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം ചെയ്യുന്നതിനെ വിമർശിച്ചത് സമയാസമയം കൊടുക്കേണ്ട പെൻഷൻ വോട്ടിന് തൊട്ടു മുമ്പ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഔദാര്യമായിട്ട് കൊടുക്കേണ്ടതല്ല. 10-12 മാസത്തെ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികകളാണ്, 16 വരെ കുടിശ്ശികകളാണ്. അതുപോലെ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനാണ് ഞാൻ പറയുന്നത്. അതുപോലെ മറ്റ് പെൻഷനുകളും കുടിശ്ശികയാണ്. ഇവർ വന്നപ്പോൾ പറഞ്ഞ ഞങ്ങൾ 2500 രൂപയാക്കും. 4 കൊല്ലം കഴിഞ്ഞ് 2500 രൂപയാക്കുക, 4.5 കൊല്ലമായി ആക്കിയോ? 1600 പൈസ വർദ്ധിപ്പിച്ചില്ല. കൊടുക്കുന്ന തുക ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ ഇലക്ഷൻ വരാൻ കാത്തിരിക്കണമെന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കുന്ന നിങ്ങളുടെ സമീപനത്തെയാണ്
എതിർത്തത്. MLA-മാർക്ക് ചായക്ക് 8 കോടി അനുവദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനും MLA MP ഒക്കെ ആയിരുന്നതാണ്. കൊടുക്കുന്നതിന് എനിക്ക് അനുഭവത്തിലുണ്ടായിട്ടില്ല. പക്ഷെ അവിടെയല്ലല്ലോ സർക്കാരിന്റെ പ്രയോറിറ്റി. PSC മെമ്പർമാരുടെ ശമ്പളം കൂട്ടാനും MLA ക്യാൻറ്റീന് സൗകര്യം വർദ്ധിപ്പിക്കാനും അതിനാണോ സർക്കാരിന്റെ പ്രയോറിറ്റി വേണ്ടത്? അല്ല. ഒരു സർക്കാരിന്റെ പ്രയോറിറ്റി വേണ്ടത് ഇവിടെയാണ്. പാവപ്പെട്ടവനെ അന്തി ഉറങ്ങുമ്പോൾ ഒരിറ്റ് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി അവന്റെ പെൻഷൻ കിട്ടുമ്പോൾ അവന് സമയാസമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രയോറിറ്റി ഉണ്ടാകേണ്ടത്. അത് ഈ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. അതിനെയാണ് നമ്മൾ ഇത് വ്യക്തമായി പറയുമ്പോൾ BJP ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇപ്പം വലിയ ആക്ഷേപമുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 10 കൊല്ലമായിട്ടിരിക്കുന്നു. ഒരുപാട് അന്വേഷണങ്ങൾ കേന്ദ്രം പ്രഖ്യാപിച്ചു. എവിടെ എത്തിയ അന്വേഷണങ്ങളൊന്നും ഞാനിവിടെ പറയേണ്ട കാര്യമില്ല. നാട്ടിലെ ജനങ്ങൾ മാലവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇവിടെ അദ്ദേഹത്തിന് ഇരട്ടച്ചങ്കൊക്കെ ഉണ്ടാവും. മോഡിയുടെ മുന്നിൽ എത്തിയാൽ അദ്ദേഹത്തിന് കൈവറക്കും, മുട്ടുവറക്കും എന്നുള്ളതാണ് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്തിനാ വറക്കുന്നത് എന്നുള്ളത് മാലവർക്കൽ അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതായിരുന്നു തൃശൂർ പൂരത്തിൽ സംഭവിച്ചത്. നമ്മുടെ തിരുവനന്തപുരത്തിരുന്ന് സംസാരിക്കുമ്പോൾ തൃശൂർ പൂരത്തെ അട്ടിമറിച്ചത് ആരാണ് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ ഓരോ ദിവസം കഴിയുന്നതും പുറത്തു വന്നുകൊണ്ടിരിക്കല്ലേ. ആർക്ക് വേണ്ടിയിട്ടാണ് അട്ടിമറിച്ചത്? കേരളത്തിൽ ആദ്യമായി BJPക്ക് ഒരു പാർലമെന്റ് മെമ്പർ കൊടുത്തതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കിട്ടുന്ന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. അത് സാക്ഷാൽ പിണറായി വിജയൻ എന്നുള്ള പേരാണ്. ആ പേര് അർഹതപ്പെട്ട പേര്. എന്നിട്ട് അദ്ദേഹം ആത്മീയർക്ക് കത്ത് എഴുതുന്ന പ്രേമലേഖനം ഗവർണർക്ക്. നമ്മളെല്ലാവരും ഭാരതാംബയെ സ്നേഹിക്കുന്നവരാണ്. ഭാരതാംബ എന്ന് പറയുന്നത് ഭാരത് മാതാ കി ജയ് നമുക്ക് വിളിക്കാൻ ഏറ്റവും സന്തോഷം. കോൺഗ്രസ് വിളിച്ചതാണ് ആ മുദ്രാവാക്യം. പക്ഷെ ഭാരതാംബയുടെ കയ്യിലേക്ക് RSSന്റെ കൈ കുടി കെട്ടിക്കൊടുത്താൽ ആ കൊടുക്കുന്നതിന് എന്ത് വില കൊടുത്തും എതിർപ്പുന്നതാണ് നമ്മുടെ ആശയം. അതിൽ സംശയം വേണ്ട. അതിന് ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കത്ത് എഴുതിയിട്ടുണ്ടെന്നില്ല. മുഖ്യമന്ത്രിയുടെ കത്ത് കിട്ടിയാലുടനെ അദ്ദേഹം അത് വളരെ ഗൗരവത്തിലെടുത്തത് ഉപേക്ഷിക്കുന്നതാണ്. മുഖ്യമന്ത്രിക്കല്ല താങ്കൾ കത്ത് എഴുതേണ്ടത്. ഗവർണർമാരെ നിയമിക്കുന്ന രാഷ്ട്രപതിക്ക്, അതിനെ റെക്കമെൻഡ് ചെയ്യുന്ന പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നിങ്ങൾ കത്തെഴുതണം. കേരളത്തിൽ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് രാജ്ഭവനെ രാഷ്ട്രീയ ചൂതാട്ടത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു ഗവർണർ ക്ലിയർ രാഷ്ട്രീയം കളിക്കുകയാണ്. അതുകൊണ്ട് ഈ ഗവർണറുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ആണത്തമുണ്ടോ പറയാൻ മിസ്റ്റർ പിണറായി വിജയൻ? നിങ്ങൾക്ക് കേന്ദ്രത്തോട് പറയാൻ ആർജവമുണ്ടോ? അത് പറയാതെ ആളെ പറ്റിക്കാൻ വേണ്ടി കത്ത് എഴുതി കൊടുക്കുക, പ്രേമലേഖനം എഴുതുക, ഇതല്ല ചെയ്യുന്നത്. അത് ചെയ്യാത്തതിന്റെ കാര്യം ഞാൻ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJPയുമായി എവിടെയോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കച്ചവടമുണ്ട്. അത് പാവപ്പെട്ട BJP പ്രവർത്തകർക്കോ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കോ അറിയില്ല. അവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുള്ള കച്ചവടമാണെന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ആരെയൊക്കെയോ എവിടെയൊക്കെയോ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢപരിശ്രമത്തിന്റെ ഭാഗമായിട്ടായ അവരുടെ 2 പാർട്ടികളെയും അണികളെ വഞ്ചിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇത് അതിന്റെ ഫലമാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടാണ് നിലമ്പൂരിൽ BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ ആരെ നിർത്തി? കോൺഗ്രസിന്റെ വോട്ട് മേഖലയും പിടിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി ആരാണെന്ന് കണ്ടുപിടിച്ച് ഗവേഷണം നടത്തി. അങ്ങനെയാണ് ഒരു പേരിലേക്ക് നിർത്തിയത്. ആ പേരുമായിട്ട് വന്നത് കോൺഗ്രസിന്റെ പട്ടിയിൽ നിന്ന് കുറച്ച് വോട്ടിങ് കിട്ടും. ഇത് തന്നെയായിരുന്നു തൃശ്ശൂരത്തെ കച്ചവടം. മറിച്ചുള്ള കച്ചവടമായിരുന്നു. തൃശ്ശൂരെ കച്ചവടത്തിന്റെ മറ്റൊരു പ്രത്യുപകാരമായ കച്ചവടമാണ് ഇവിടെ നടത്തിക്കൊടുത്തത്. ഇത് ജനങ്ങൾ അംഗീകരിച്ചില്ല എന്ന തെളിവാണ് നിങ്ങളുടെ ഈ പ്രവർത്തനം. ഞാൻ ചോദിക്കട്ടെ, ജനകീയ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിസ്സഹായാവസ്ഥ കാണിക്കുന്നു? ദേശീയപാത തകർന്നാൽ ആ തകർന്ന ദേശീയപാത നന്നാക്കാൻ ആദ്യം ഇടപെടേണ്ട ആൾ മുഖ്യമന്ത്രിയല്ലേ? അതിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ അഴിമതി അന്വേഷിക്കാൻ ആദ്യം നടപടിയെടുക്കേണ്ടത് മുഖ്യമന്ത്രിയല്ലേ?
അഴിമതിയെ മൂടിവെക്കാൻ, തകർന്ന കാര്യം ആരെങ്കിലും ഉന്നയിച്ചാൽ ആ ഉന്നയിക്കുന്നവരെ പ്രതികൂട്ടി നിർത്താൻ എന്ത് വ്യഗ്രതയായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇത് നടത്തിയ ദേശീയപാത അതോറിറ്റി പറയുന്നു ഞങ്ങൾക്ക് കുറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ മന്ത്രി പറയുന്നു അതിൽ നടന്നിരിക്കുന്ന ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്, ഡിവാർ ചെയ്യുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാണിക്കാൻ ഉത്തരവാദപ്പെട്ടവർ വന്നാൽ ആ വരുന്നവരെ വെല്ലുവിളിക്കാനും മോശമാക്കാനും അപകീർത്തിപ്പെടുത്താനും എന്തിനായിരുന്നു കേരള സർക്കാരിന് വിധി? എന്തായിരുന്നു നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന അജണ്ട? ഇതാണ് കേരളം അറിയാനുള്ള കാര്യം. തോട്ടപ്പള്ളിയിലെ തീരത്ത് ഒരു കപ്പൽ 12 നോട്ടിക്കൽ മൈലിനപ്പുറത്ത് ഒരു കപ്പൽ മറിഞ്ഞു. ആ കപ്പൽ മറിഞ്ഞ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത് ആലപ്പുഴയിൽ കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ 3 തിമിംഗലവും 3 ഡോൾഫിനും 2 തിമിംഗലവും ചത്തുകൂടും. 2 തിമിംഗലവും 3 ഡോൾഫിനും ചത്തുകൂടും. ഒരേ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. കേരളം ആകെ ആശങ്കയാണ്. തീരപ്രദേശത്ത് പ്രത്യേകമായ ആശങ്കയാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ തീരപ്രദേശങ്ങളിലുള്ളവർക്കറിയാം. ഈ കപ്പല് തകർന്നു വീണു. അതിൽ മാരകമായ വസ്തുക്കളുണ്ടായിരുന്നു. പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കാൻ പോകുന്ന പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാവരും കണ്ടെത്തി. 2 കാര്യങ്ങൾ സാധാരണഗതിയിൽ ഒരു കപ്പൽ അപകടം നടന്നാൽ, ഏത് അപകടം നടന്നാലും അവിടെ നടക്കുന്ന നീതിന്യായ വ്യവസ്ഥയിൽ നടക്കുന്ന കാര്യമാണ് ഒരു FIR ഇടുക എന്നുള്ളത്, കേസെടുക്കുക. 15 ദിവസം സർക്കാർ കേസെടുത്തില്ല. 15 ദിവസം ഈ സർക്കാർ കേസെടുത്തില്ല. തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ആകമാനം ആശങ്കയിലായിരുന്നു. അവരുടെ ജീവിതം മുഴിമുട്ടി. നിങ്ങൾക്കറിയോ, ഇപ്പം മത്സ്യത്തൊഴിലാളി മീൻ പിടിക്കാൻ പോയാൽ ആ മീൻ പിടിക്കുന്ന വലകളെല്ലാം നശിച്ചു പോവാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾ. ഞാൻ മാത്രം അറിയുന്ന എന്റെ നിയോജകമണ്ഡലത്തിൽ മാത്രം 9 സ്ഥലത്ത് സംഭവം റിപ്പീറ്റ് ചെയ്തു. വലകൾ മുഴുവൻ നശിച്ചു. അവർ കേസ് കൊടുക്കാൻ പോയാൽ കേസെടുക്കില്ല പോലീസ്. കേസ് കൊടുത്താലേ അവർക്ക് ക്ലെയിം ഉണ്ടാക്കാൻ പറ്റൂ. ഈ സംഭവത്തിൽ ആദ്യം കേസെടുക്കാൻ പറഞ്ഞിട്ട് 15 ദിവസക്കാലം ഒളിച്ചു കളിച്ചു സർക്കാർ. ഒളിച്ചു കളിയല്ലായിരുന്നു, പരസ്യമായ കളിയായിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷത യോഗം കൂടി ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറിയും കൂടെ തീരുമാനിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് കപ്പൽ ഉടമ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടതില്ല. മിനിറ്റ്സിൽ എഴുതി വെച്ചിരിക്കുക ചീഫ് സെക്രട്ടറി. ഉദ്യോഗസ്ഥന്മാരെ തെറിവിളിക്കുന്ന പാരമ്പര്യം നമുക്കില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഇത്തരമൊരു രേഖ മിനിറ്റ്സിൽ എഴുതി വെച്ച അങ്ങയുടെ ഉത്തരവാദിത്വം ആയിരിക്കില്ല. അങ്ങക്ക് നിർദ്ദേശം കിട്ടിയതുകൊണ്ട് ചെയ്തതായിരിക്കും. പക്ഷേ ഇതുപോലൊരു ഉത്തരവ് സിവിൽ സർവീസിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാകില്ല എന്നുള്ള കാര്യം ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ ഉത്തരവ്? മിനിറ്റ്സ് ആരെ സഹായിക്കാനായിരുന്നു? സംശയമില്ല. ആ കപ്പൽ കമ്പനിയിലെ ഉടമസ്ഥതയ്ക്ക് പങ്കാളിത്തം ആർക്കുണ്ട്? സാക്ഷാൽ ഈ സർക്കാരിന്റെയും മോഡി സർക്കാരിന്റെയും മുകളിലുള്ള ഏറ്റവും വലിയ എല്ലാം നിയന്ത്രിക്കുന്ന സാക്ഷാൽ അഡാനിക്കുണ്ട്. അഡാനിക്ക് നിയന്ത്രണമുള്ളതുകൊണ്ട് കേസ് വേണ്ട. അവസാനം ഹൈക്കോടതിയിൽ കേസ് വന്നു. നമ്മളെല്ലാം ബഹളമുണ്ടാക്കി, നമ്മളെല്ലാം പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഗത്യന്തരമില്ലാതെയായിരുന്നു കേരള പോലീസ് ആ കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കുന്നത്. പിന്നീട് കണ്ണൂരിൽ ഈ സംഭവം ആവർത്തിച്ചു. കണ്ണൂരിൽ കത്തി. ആ കത്തിയതിന്റെ അവശിഷ്ടങ്ങളും ഇപ്പോൾ തെക്കോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. തീരപ്രദേശമാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രദേശത്തെ ജനങ്ങൾ, തീരദേശത്തെ ആകെ ജനങ്ങൾ, നമ്മളെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാരെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മളെ ആരും വികസനത്തിനെതിരല്ല. വികസനം വേണം. പക്ഷെ വികസനം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ജനങ്ങളെ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടും അവരെ വഴിയാധാരമാക്കിക്കൊണ്ടും അല്ല ഉണ്ടാകേണ്ടത് എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് നമ്മൾ കാണിക്കാറുള്ളത്. ഇവിടെയും അത് തന്നെയാണ് അവർ കാണിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവിടെയൊന്നും ഈ സർക്കാരിന് നിലപാടില്ല. സായിപ്പിന് മുമ്പിൽ കവാത്ത് മറക്കുന്നത് പോലെ അവിടെ അദാനിയുടെ പേര് കേട്ടപ്പോൾ മിനിറ്റ്സിൽ പോലും എഴുതി വെച്ചു കേസെടുക്കേണ്ടാണ്.
കേസെടുക്കണ്ട എന്ന് പറയാൻ അധികാരം മുഖ്യമന്ത്രിക്കില്ല. സ്റ്റേഷൻ ഓഫീസറാണ് കേസെടുക്കാനുള്ള അധികാരമുള്ള ആള്. നിയമപരമായി തെറ്റാണത്. പക്ഷെ അതുപോലും തെറ്റായ കാര്യം പോലും ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് ഇതായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത്. അപ്പോ ഈ സർക്കാരിനോട് ഇനി ഒന്നേ പറയാറുണ്ട്, നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലമ്പൂർ ഫലം തെളിയിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിലുള്ള നിസ്സഹായാവസ്ഥയ്ക്കും സാധാരണക്കാരുടെ മേൽ കുതിര കയറാനുള്ള നിങ്ങളുടെ താല്പര്യങ്ങൾക്കും ആ സർക്കാരിന്റെ നയങ്ങൾക്കുമേറ്റ അവരുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ സംശയം വേണ്ട. നിങ്ങൾക്ക് കണക്ക് കൂട്ടാം, ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കണക്ക് കൂട്ടി കണക്കുകളും കഥകളും പറയാം, ആശ്വസിക്കാം. പക്ഷേ ആ ശ്വാസം താൽക്കാലികം മാത്രം. 8 മാസം കഴിഞ്ഞാൽ 1ന് 10 തിരിച്ചടിച്ച് നിങ്ങളെല്ലാം വിളംബരമാക്കിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ വരും എന്നുള്ളതാണ്. ജനം കാത്തിരിക്കുന്നു അതിനു വേണ്ടിയിട്ട്. ജനം അതിനുവേണ്ടി കാത്തിരിക്കുന്നുള്ള സൂചനയാണ് ആര്യാടൻ ഷൗക്കത്തിലൂടെ നിലമ്പൂരിലെ ജനങ്ങൾ നൽകിയത്. ഇത് നിലമ്പൂരിലെ മാത്രം വിജയമല്ല, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിച്ച വിജയമാണ് എന്ന് പറയാനാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അദ്ദേഹത്തിന് എല്ലാം അഡാനിയാണ്. ഇപ്പൊ കേരളത്തിലെ ഭരണവും അങ്ങനെ തന്നെയാണ്. അഡാനി വന്ന് പറഞ്ഞ എന്തായിരുന്നു അതിന്റെ പിന്നിലെ ഭേദോപകാരം എന്ന് വരുന്ന ആൾ നമുക്ക് മനസ്സിലാവും. ഒന്നും എടുക്കേണ്ട നിലപാട് സ്വീകരിക്കുകയാണ് ഇവിടെ. ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കേരള ജനത ഓരോ ദിവസം കഴിയും തിരിച്ചറിയുന്നതിന്റെ സാക്ഷ്യപത്രമാണ് നിലമ്പൂരിലെ വിജയത്തിലൂടെ ഉണ്ടായത് എന്ന് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഇന്നിപ്പം RSSന്റെ ദേശീയ സെക്രട്ടറി വീണ്ടും ഒരു പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് അവരിപ്പോൾ 50 കൊല്ലം മുമ്പ് നടന്ന അടിയന്തരാവസ്ഥക്കെതിരായിട്ടാണ് ഇപ്പോൾ മോഡി ആഘോഷിച്ചുകൊണ്ട് TV മുഴുവൻ ആഘോഷിക്കുകയാണ്. ഗവൺമെന്റ് മുഴുവൻ പണം ചെലവാക്കിക്കൊണ്ട് 50 വർഷം മുമ്പ് നടന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ്. ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു ഭരണഘടനാ ഭേദഗതിയുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭാരതത്തിന്റെ ഭരണഘടനയിൽ കൊണ്ടുവന്ന ഭേദഗതിയാണ്. അത് സോഷ്യലിസവും സെക്യുലറിസവും ഭരണഘടനയുടെ ഭാഗമാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ബഹുസ്വരതയെ ഏറ്റവും ശക്തമായി ഒന്നുകൂടി സ്വാധീനിക്കാനുള്ള അവസരം കൊടുക്കുന്നതിന് വേണ്ടി എടുത്ത നടപടിയാണത്. RSS നേതാവ് ഇന്ന് പറയുന്നത്, ഇത് പാർലമെന്റേഷന് മുമ്പ് നമ്മൾ കേട്ടതാണ്, ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടും, ഭരണഘടന മാറ്റി എഴുതും, ഭരണഘടന മാറ്റണം, ഇതായിരുന്നു ആവശ്യം. സോഷ്യലിസം ആർക്ക് വേണ്ടിയിട്ടാണ്? സോഷ്യലിസം എന്ന് പറയുന്നത് എല്ലാവർക്കും നാടിനെ പാവപ്പെട്ടവനും പണക്കാരനും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മഹനീയമായ മഹത്തരമായ ആശയമാണ് സോഷ്യലിസം. സോഷ്യലിസം ഭരണഘടനയെ കടക്കാൻ പാടില്ല. കാരണം ഇവിടെ സമത്വമില്ലല്ലോ. ഇവിടെ അദാനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമവും അതിനു വേണ്ടിയിട്ടുള്ള ഭരണമാണല്ലോ ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പോൾ സമത്വം നടക്കില്ല, വേണ്ട. പിന്നെ മതേതരത്വം വേണ്ട. ദത്താത്രേയല്ല, സാക്ഷാൽ മോഡിയല്ല, 1000 നരേന്ദ്രമോദിമാർ വന്നാലും ആ ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യങ്ങൾ മാറ്റാൻ ഇന്ത്യയിലെ ജനങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടി ഏതറ്റം പറയുമ്പോൾ ആരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തയ്യാറാകും എന്ന് സംശയം. അതുകൊണ്ടാണല്ലോ ജനം നിങ്ങൾക്ക് ഇത്രയും സീറ്റ് തന്നത്. ഭരണഘടനാ ഭേദഗതിക്ക് അവസരം ഒരുക്കാത്ത വണ്ണം നിങ്ങൾ ചുരുക്കിയത്. നിങ്ങളിത് മുൻപേ പറഞ്ഞതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും മനസ്സിലുള്ള കാര്യങ്ങൾ തികട്ടി വരികയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക. തിരുവനന്തപുരത്തെ കോൺഗ്രസുകാരോട് എനിക്ക് പറയാനുള്ളത്, ധൈര്യമായി മുന്നോട്ട് പോവുക. ഈ വിജയം നൽകുന്ന ആവേശം നമ്മളെ ആത്മവിശ്വാസം നൽകും. ആ ആത്മവിശ്വാസം ആയിക്കോട്ടെ. ആ ആത്മവിശ്വാസത്തോടുകൂടി ലക്ഷ്യബോധത്തോട് മുന്നോട്ട് പോകണം. നമ്മളെ ജയിപ്പിക്കുന്നവർക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മളെ ജയിപ്പിച്ചാൽ നമ്മൾ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്നുള്ളത്. അവർ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും ഒറ്റക്കെട്ടായിട്ട്
ഈ ഒറ്റക്കെട്ടായവരുടെ വാചകത്തിന് പറയാൻ വേണ്ടിയിട്ടല്ല, ഒരു മനസ്സായിട്ട് ഒരുപോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളോടല്ല എന്നോട് തന്നെ എനിക്ക് പറയാനുള്ളത്, അവിടെ ഇവിടെയൊക്കെ പരിശ്രമങ്ങളും പരിശ്രമങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ചില അജണ്ടകൾ ഇടതുപക്ഷത്തിനുണ്ടിപ്പോൾ. അവരുടെ അജണ്ട ഇങ്ങനെ പോയാൽ 100 സീറ്റിലധികം വാങ്ങി ഐക്യജനാധിപത്യ മുന്നണി വരും എന്നവർക്കറിയാം. അപ്പൊ അതിനെ എങ്ങനെയാ തകർക്കേണ്ടതെന്നുള്ള ഗവേഷണങ്ങൾ ആയുധപുരകളിൽ നടക്കുന്നുണ്ട്. ആ ഗവേഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഗവേഷണം കോൺഗ്രസിനെയും UDF-നെയും തമ്മിൽ ധരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. നമ്മുടെ നേതാക്കന്മാരെ ഒന്ന് പരസ്പരം ബന്ധിപ്പിക്കാനാവുന്നത്. എനിക്ക് സ്വയം വിരൽ ചൂണ്ടിക്കൊണ്ടതിന് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും സ്വയം വിരൽ ചൂണ്ടണം. നമ്മളാരും നമ്മുടെ ലക്ഷ്യം ഈ കേരളത്തെ ഈ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഭരണകൂടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ള കാര്യം, അത് നേടിയെടുക്കുന്നത് വരെയുള്ള കാര്യത്തിൽ നമ്മളുടെ ലക്ഷ്യങ്ങളെ പിന്തിരിപ്പിക്കാനോ നമ്മളെ ഡൈവേർട്ട് ചെയ്യിപ്പിക്കാനോ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്നുള്ള ഓരോ പ്രതിജ്ഞയായിരിക്കണം നമുക്ക് ഓരോ ദിവസവും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. പലരും പല പരിശ്രമങ്ങളായിട്ട് വരും, അവർക്ക് അവരുടെ അജണ്ടകൾ ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ, ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ, മുനിസിപ്പാലിറ്റികളുടെ ഇലക്ഷൻ, ഇതൊക്കെ വരാൻ വേണ്ടി പോകുമ്പോൾ ഈ ഇലക്ഷനിൽ നമ്മുടെ സാധാരണ പ്രവർത്തകന്മാരെ, സാധാരണ നേതാക്കന്മാരെ എല്ലാം ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓരോ സീറ്റും, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, ഓരോ സീറ്റും പിടിച്ചെടുക്കുക, ജയിക്കുക. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കേരളത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. അത് ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ, മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രസക്തി ഉണ്ടാകില്ല. അത് നിങ്ങൾ തയ്യാറെടുക്കണം, സജ്ജമാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത്, എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ കൂടെ ക്യാബിനറ്റ് ഉണ്ടായിട്ടുള്ള ആളാണ്. ഞങ്ങളൊക്കെ നിയമസഭയിൽ ആദ്യമായി വരുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, ഗൃഹപാഠങ്ങൾ ഒക്കെ തന്നെ ചെയ്തു തരുന്ന ആളായിരുന്നു. കേരള നിയമസഭയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ആര്യാടനുള്ള നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലേക്ക് പോയാൽ അത് പഠന വിഷയമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുള്ള പ്രസംഗങ്ങളായിരുന്നു ഓരോന്നും. അത് ചരിത്രമുണ്ടാകും, വർത്തമാനമുണ്ടാകും, ഭാവിയും ഉണ്ടാകും. അതിലേറെ ഉപരിയായിട്ട് വിജ്ഞാനത്തിന്റെ വലിയ മേഖലകളുണ്ടാകും. അപ്പോൾ ആര്യാടന്റെ മകൻ, മറ്റൊരു ആര്യാടൻ നിയമസഭയിലേക്ക് വരാൻ അവസരമായി നിലമ്പൂർ ഇലക്ഷൻ മാറി. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ നാന്ദിയായിട്ട് ആ നിലമ്പൂർ ഇലക്ഷൻ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ പിന്നോട്ടില്ല, ഒരു ഇഞ്ച് പിന്നോട്ടില്ല. എല്ലാവരുടെയും മനസ്സിൽ ഒറ്റ ചിന്ത. ആ ചിന്ത ഈ നമ്മുടെ മുമ്പിലുള്ള സെക്രട്ടേറിയറ്റിനകത്തിരിക്കുന്ന ജനവിധി സർക്കാരിനെ വലിച്ചു താഴെയിട്ട് ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിനെ അവിടെ കൊണ്ടുവരിക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയ്ക്ക് വേണ്ടി നമുക്ക് തയ്യാറാകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.